ഹായ്, റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. പിന്നെ ചെടിമക്കളൊക്കെ എന്തായി? സൂപ്പറായോ? ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് അല്ലേ? ചെടിമക്കൾക്ക് നല്ല കാലമാണ് വരുന്നത്. നമ്മൾ നന്നായി നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രോത്തായിട്ട് വരും നമ്മുടെ ചെടികൾ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒത്തിരി വാട്ടറിങ് ചെയ്യണ്ട. വെയിലാണ്, നമ്മുടെ ചെടികൾ വാടുമെന്ന് വിചാരിച്ച് കുറേ വെള്ളം കോരി ചൊരിഞ്ഞ് ചുവട്ടിലൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ മഴയത്ത് നമ്മുടെ ചെടികളുടെ വേരുകളെല്ലാം കുറച്ച് ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെയും നമ്മൾ കോരിച്ചൊരിഞ്ഞ് വാട്ടറിങ് ചെയ്താൽ വീണ്ടും അതിന് വളരാനുള്ളത് കിട്ടൂല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ മതി. അതായത് നമ്മൾ ഇപ്പോൾ രാവിലെ നമ്മൾ നന്നായിട്ട് നല്ല ഡീപ്പായിട്ട് വാട്ടറിങ് ചെയ്യുക. എന്നിട്ട് വൈകിട്ടാകുമ്പോഴേക്കും നിങ്ങൾക്ക് കഞ്ഞിവെള്ളം, അതിനകത്ത് ഓരോരോ പറഞ്ഞിരിക്കുന്ന ഐറ്റംസുകളുണ്ട്. പച്ചക്കറി വേസ്റ്റ്, ചായപ്പൊടി. ഇപ്പോൾ ചായപ്പൊടി, ചായ എടുത്തതിൻ്റെ ബാക്കി വേസ്റ്റ് ഉണ്ടാവൂലേ, അത് എന്ത് സാധനം വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം. ഓരോ വീഡിയോയിലായിട്ട് പല പല രീതിയിൽ കഞ്ഞിവെള്ളം കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ചാണകവെള്ളം, അങ്ങനെ ലിക്വിഡായിട്ടുള്ള കുറച്ച് ഫെർട്ടിലൈസർ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ലേ, അത് നിങ്ങൾക്ക് വൈകിട്ട് ഒഴിച്ചു കൊടുക്കാം ചെടികൾക്ക്. രാവിലെ നന്നായിട്ട് വാട്ടറിങ് ചെയ്യുക, സാദാ വെള്ളം. അതല്ല നിങ്ങൾക്ക് കുറച്ച് ചെടിയേ ഉള്ളെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചീമക്കൊന്നയുടെ ലീഫോ മുരിങ്ങയുടെ ലീഫോ പപ്പായ ലീഫോ അതെല്ലാം ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഞരടിപ്പിഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം, കുറച്ചൊന്നുമല്ല ഒത്തിരി വെള്ളം കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും, അതല്ല ഒന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് ശർക്കര ഇട്ട് വെച്ചിട്ട് 2 ദിവസത്തെ കഞ്ഞിവെള്ളം സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഒത്തിരി വെള്ളം കൂട്ടിയിട്ട് നിങ്ങളുടെ ചെടികളിൽ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം. സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഫിൽറ്റർ ചെയ്യണമെന്ന് പറഞ്ഞത് സ്പ്രേ ബോട്ടിൽ കംപ്ലൈൻ്റ് ആകാതിരിക്കാനാണ്, അല്ലാണ്ട് വേറെ ചെടികൾക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും കുറച്ച് കൂടിപ്പോയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, കുറഞ്ഞു പോയെന്നത് കുഴപ്പമില്ല. ഒന്നും നമ്മുടെ ചെടികൾക്ക് ദോഷം പറ്റത്തില്ല. എപ്പോഴും നമ്മൾ കുറച്ച് വെള്ളം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അതൊരു 4 ഇരട്ടിയോ 5 ഇരട്ടിയോ വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ല സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെടികൾ ഫുള്ള് നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ബോട്ടിൽ ഇല്ലാത്ത കൂട്ടുകാർ ഒരു ബോട്ടിലെടുക്കുക, അതിൻ്റെ ടോപ്പിൻ്റെ ഹോള് കുറച്ച് ഒരു ആണി എടുത്തിട്ട് 3-4 ഹോളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചെടികളുടെ മിതൽ ഇങ്ങനെ കമത്തി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ കഞ്ഞിവെള്ളം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 2-3 അല്ലി വെളുത്തുള്ളിയും മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് അതൊന്ന് 2 ദിവസം അടച്ച് വെച്ചിട്ട് അത് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അലോവേരയുടെ ലീഫ് എടുത്തിട്ട് അത് മിക്സിയിലിട്ട് അരച്ചിട്ട് അതൊന്ന് 2 ദിവസം സേവ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ സേവ് ചെയ്ത് വെക്കണമെന്നില്ല, നിങ്ങൾക്ക് അപ്പോൾ തന്നെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. 2 ദിവസം വെച്ചാൽ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം വെക്കാൻ പറഞ്ഞത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. പച്ചക്കറിയുടെ എല്ലാ തോലുകളും എടുത്ത് വെച്ചിട്ട് കിച്ചണിലെ വേസ്റ്റുകൾ അതെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് മിക്സിയിട്ട് അരച്ചിട്ട് അത് ഒത്തിരി വെള്ളം ചേർക്കണം. 6 ഇരട്ടിയോ 7 ഇരട്ടിയോ ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം. എങ്ങനെയായാലും നമ്മുടെ ചെടികൾക്ക് സൂപ്പറാണ്. കുറച്ച് വെള്ളം കൂട്ടണം എന്ന് മാത്രം. അതല്ല എങ്കിൽ 1 കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്ത് 2 സ്പൂൺ ചാരം എടുത്ത് വെച്ചിട്ട് അടച്ചു വെക്കുക. അതൊരു 5 ഇരട്ടിയോ 6 ഇരട്ടിയോ ഒരു 3 ഡേയ്സ് കഴിയുമ്പോൾ വെള്ളം ചേർത്തിട്ട് അത് നിങ്ങൾക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് 1 രൂപ പോലും ചിലവില്ലാത്ത വളങ്ങളാണ് ഞാൻ ഈ മാറി പറഞ്ഞു തരുന്നത്. എൻ്റെ ചെടികൾക്ക് കൊടുത്തിട്ട് സക്സസ് ആയ കാര്യങ്ങൾ കേട്ടോ. ഇത് കണ്ട തളിർപ്പ് വരുന്നത് കണ്ട. പിന്നെ ഇത് കണ്ട ഒരു മന്തക്കാട്ടൻ ചെടിയായിരുന്നു നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത്. മന്തക്കാട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തളിർപ്പുകളെല്ലാം വന്ന് ഗ്രോത്തുകളെല്ലാം നിന്ന ചെടിയായിരുന്നു. ഒരു ചെറിയൊരു പ്ലാന്റ് കിട്ടിയ ചെറിയൊരു പ്ലാന്റ് എന്ന് വെച്ചാൽ ഈ തടി സ്റ്റമ്മില്ലേ അത് മാത്രം ഉണ്ടായുള്ളൂ. ഒരു കുഞ്ഞൊരു തളിർപ്പ് വന്നിട്ട് അതിലൊരു ഫ്ലവർ ഉണ്ടായിരുന്നു. ഫ്ലവറിൻ്റെ ഭംഗി കണ്ടെടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനത്തെ
ചെടി വാങ്ങാറില്ല. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇത് പിടിക്കുമോ ഇല്ലയോ എന്ന്. പക്ഷേ നമ്മുടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ, നിരന്തരമായ കെയറിങ്ങിലൂടെ ഇത് കണ്ട അവളും ഇങ്ങനെ തളിർപ്പ് വന്നു. കണ്ടോ കണ്ടോ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന കീടനാശിനികളും നമ്മൾ കൊടുക്കുന്ന വളങ്ങളും കൊണ്ട് മാത്രം, കെയർ കൊണ്ട് മാത്രം തിരിച്ചു വന്നതാണ്. സുന്ദരിയായി. ഫ്ലവർ ഇടുമ്പോൾ കാണിച്ചു തരാൻ കിട്ടും. ഞാൻ കാണിച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് വീഡിയോയിൽ. ഒരു സിൽവർ കളറും ഒരു മജന്ത കളറും ഫ്ലവർ സൂപ്പറാ. പിന്നെ ഇതൊരു ഗാർലിക് വൈനാണേ. ചെറിയൊരു കുഞ്ഞ് പ്ലാന്റ് വാങ്ങിയതാണ്. ഇത് കണ്ടോ ഇവളിത്ര വള്ളിയായിട്ടൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ മുട്ടിടാൻ പോണേണോന്നറിയില്ല. ഇട്ടാൽ കൊള്ളാം. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളവും കുറച്ച് ചായപ്പൊടിയുടെ മട്ടും, വേസ്റ്റോ ഫ്രഷോ അതേതും ആയിക്കോട്ടെ. പിന്നെ പഴത്തിൻ്റെ തോലും മുട്ടയുടെ തോടും എല്ലാം മിക്സിയിലിട്ട് അരച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം. കഞ്ഞിവെള്ളം കുറച്ച് കൂട്ടാം. ബാക്കി സാധാ വെള്ളം ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെടികൾക്ക് കൊടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ചെടികളുടെ ആരോഗ്യം, നൈട്രജൻ കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുത്ത് ചെടികളെ നല്ല ആരോഗ്യമായിട്ട് നിർത്താം. എന്നാലേ നമ്മൾക്ക് അടുത്ത മാസമോ ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും ഒത്തിരി ഫ്ലവറുകളായിട്ട് നല്ലൊരു പൂക്കാലം ഒരുക്കണ്ടേ നമ്മുടെ ചെടികൾക്ക്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അതല്ലാതെ ഇപ്പോൾ ഈ ചൊരിയണ മഴയിൽ നമ്മുടെ ചെടികളെല്ലാം അവശതയായിട്ട് നിൽക്കുമായിരിക്കും. ഓടിക്കൊണ്ടുപോയി പൂക്കാനുള്ള വളങ്ങൾ കൊടുത്താൽ ഒരു പൂവോ 2 പൂവോ കഴിഞ്ഞിട്ട് ചെടികളുടെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ നൈട്രജൻ കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുത്ത് ചെടികൾ ഒത്തിരി ആരോഗ്യമായിട്ട് വേണം പൂക്കാനുള്ള വളം കൊടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കുവാനും ചെറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട. എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ. ഓക്കെ, ടാറ്റാ, ബൈ.